എല്ലാ ശാലം ടി വി പ്രേക്ഷകർക്കും ക്യാമ്പസ് ഫെസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മുടെ മരിയൻ കോളേജിൽ ഈ IQAC-യുടെയും നാക്കിൻ്റെയും ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അത് ബിനു സാറാണ്. IQAC എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ. പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്ന സ്റ്റെല്ല മാരിസ് പോലെയുള്ള, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് പോലെയുള്ള, അല്ലെങ്കിൽ അഹമ്മദാബാദിലെ സെൻറ്റ് സേവിയേഴ്സ് പോലെയുള്ള 100 വർഷം 200 വർഷമൊക്കെ ചരിത്രം അവകാശപ്പെടാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ പോയ അവിടുത്തെ അധ്യാപകർക്ക് ICT എനേബിൾഡ് ഇന്നോവേറ്റീവ് ടീച്ചിങ് ലേണിങ്ങിൽ നമ്മൾ ഈ കൺസൾട്ടൻസി ആൻഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കാനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ്, നേട്ടവും അതിനോടൊപ്പം ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. നമസ്കാരം, മരിയൻ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പാർട്ടിസിപ്പേഷൻ ഈ ഒരു ഇതാണ് നമ്മുടെ മരിയൻ കോളേജിന്റെ സ്വന്തം സ്റ്റുഡിയോ മരിയൻ. സ്റ്റുഡിയോ മരിയൻ. ആൻഡ് ഇത് മരിയൻ കോളേജിന്റെ മീഡിയ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. മരിയൻ കോളേജ് അതിൻ്റെ ഗ്രാൻഡ് 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ജൂബിലി സെലിബ്രേഷൻസ് ഇവിടെ അതിൻ്റെ ഒരു മൂഡിലാണ് ഫുൾ കോളേജ് ഓരോരോ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഫോമർ പ്രിൻസിപ്പൽസ് അതുപോലെ ഒരുപാട് ഡിഗ്നിറ്ററീസ് വന്ന് ഗ്രാൻഡായിട്ട് നമ്മൾ ജൂബിലി സെലിബ്രേഷൻസിൻ്റെ ഇനോഗ്രേഷൻ ഓർഗനൈസ് ചെയ്തു. ആൻഡ് ഇവിടെ നമുക്ക് 4 സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ജൂബിലി സെലിബ്രേഷൻസിൻ്റെ പ്രോഗ്രാംസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ ക്ലബ് അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയാന്ന് നമുക്ക് ചോദിക്കാം. ഹലോ ഗൈസ്. ഹായ്. സുഖമായി പോണു. ജൂബിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ് വാസ് വിത്ത് എ വെരി യുണീക്ക് തിങ്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ ഇടുക്കിയിൽ തന്നെ ആദ്യമായിട്ട് ഒരു 470 സ്റ്റുഡൻസിനെ വെച്ചിട്ടുള്ള ഒരു മെഗാ ഡാൻസ് അത് വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഒരു ലോഗോ ലോഞ്ച്. ആ ലോഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കുട്ടികൾ തന്നെ ഡിസൈൻ ചെയ്ത് അത് പ്രകാശനം ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇനോഗ്രൽ ഫംഗ്ഷൻ ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ MC ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ നമ്മുടെ കോളേജ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ചേർന്ന ഒത്തിരി ഓർമ്മകൾ നിറഞ്ഞ ഒരു ഫംഗ്ഷനായിട്ടായിരുന്നു ജൂബിലിയുടെ ഇനാഗുറേഷൻ പോയത്. ഇനി തുടർന്ന് ഈ വർഷം മുഴുവനും നമ്മൾ ജൂബിലി ആഘോഷിക്കാനുള്ള പ്ലാനിലാണ്. എക്സൈറ്റിംഗ് തിങ്സ്, മോർ തിങ്സ് ടു കം. അടിച്ചു പൊളിക്കും ഞങ്ങൾ. അതും ജൂബിലി സെലിബ്രേഷൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ കഴിഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു കൾച്ചറൽ പ്രോഗ്രാം നമുക്കുണ്ടായിരുന്നു. സോ അതും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു 3 hours തന്നെ ഉണ്ടായിരുന്നു കൾച്ചറൽസ് മാത്രം. ഓക്കെ, ഇനി നമ്മുടെ കോളേജിലെ വേരിയസ് ക്ലബ്സ് പിന്നെ അതിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓരോ ആക്ടിവിറ്റീസ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യോ? ക്ലബ്സും പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ പല ഗവൺമെൻറ്റ്സ് ഫണ്ട് ചെയ്യുന്ന ഒത്തിരി ക്ലബ്ബുകളുണ്ട്. UN ഫണ്ട് ചെയ്യുന്ന UNAയുടെ പോലെ ക്ലബ്ബുകൾ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന വാക്ക് വിത്ത് സ്കോളർ, അതുപോലെ SSP, അതുപോലെ നാഷണൽ ഗവൺമെൻറ് യുണീക്ക് ആയിട്ടുള്ള കോളേജസിന് വേണ്ടി മാത്രം ഫണ്ട് ചെയ്യുന്ന ജനറൽ ചാമ്പ്യൻ പോലെയുള്ള നിരവധി ക്ലബ്ബുകളുണ്ട്. ഇത്തരം ക്ലബ്ബുകളൊക്കെ തന്നെയും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസപരവും അതുപോലെ അതിലുപരി മറ്റ് കായികതരവും അതുപോലെ തന്നെ മറ്റ് അനേകം കാര്യങ്ങളിൽ അവരെ എൻലാർജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ക്ലബ്ബുകൾ തന്നെ. ഈ ഇടയ്ക്കാണെങ്കിൽ തന്നെ പോലെയും അവരൊരു കോൺഫറൻസ് വെച്ചു. അത് ഭയങ്കര ന്യൂസ് പബ്ലിസിറ്റി പോയൊരു കോൺഫറൻസ് തന്നെയായിരുന്നു. അത് കോർഡിനേറ്റ് ചെയ്ത പ്രിയ ജെനിഫർ ഇവിടെയുണ്ട്. ജെനിഫർ അതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കും. KFUNA അണ്ടറിൽ UNAIക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോളേജും ഒരു ഭാഗമായിരുന്നു. അപ്പോൾ നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ടൈം ഇടുക്കിയിൽ തന്നെ MUN എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തിയത് നമ്മുടെ കോളേജിലായിരുന്നു.
വളരെ ഭയങ്കര നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വളരെയധികം ശ്രദ്ധയേറിയ ഒരു ടോപ്പിക്കായിരുന്നു ആ സമയം നമ്മളുടെ കോളേജ് നടത്തി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമുക്കിതിന് ഫണ്ടിങ് കിട്ടുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ. നമ്മൾ ഇവിടെ കേരള ലെവലിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ ഒത്തിരി ഫാക്കൽറ്റി മെമ്പേഴ്സും സ്റ്റുഡൻസും അവിടുത്തെ ലീഡേഴ്സാണ്. അപ്പം വളരെ നന്നായിട്ട് പോകുന്നതാണ് നമ്മുടെ ഇവിടുത്തെ UNI മരിയൻ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു. നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എന്നും എന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നും എന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ,
ഏഞ്ചലേ, എന്തോ ഈ ഹൈ റേഞ്ചിലുള്ള കോളേജ് ആയതുകൊണ്ട് തന്നെ പ്രകൃതിയുമായി ഒരുപാട് ഇണങ്ങിപ്പോകുന്ന ഒരു കോളേജാണിത്. അപ്പോൾ ഇവിടുത്തെ മിസ്റ്റ്, ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു തണുപ്പ്, നല്ലൊരു ആംബിയൻസ് ഉണ്ട് അല്ലേ? ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ്. പഠിക്കാനാണേലും ചിലപ്പോൾ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും ഇത് നല്ലൊരു ആംബിയൻസ് ആണെന്ന് തോന്നുന്നു. ഉറങ്ങാനൊന്നും നമുക്ക് തോന്നില്ല, ഇത് എൻജോയ് ചെയ്ത് ഫുൾ ടൈം ഭയങ്കര ലൈവായിട്ടിരിക്കാനാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണല്ലേ? അതെ അതെ. ഒരു മിനിറ്റ്. ഹലോ ഫാദർ, ഹലോ സിസ്റ്റേഴ്സ്. ഹായ്, ഇത് ടോമിൻ. അപ്പം ഷാലോം ടിവിയുടെ ഷൂട്ടിന് വേണ്ടി നമ്മുടെ കോളേജിൽ വന്നിരിക്കുകയാണ്. സോ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുമോ? എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ MA മീഡിയ വിദ്യാർത്ഥിയാണ്, സെക്കൻഡ് ഇയർ. ഞാൻ മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല രൂപതയിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ രാമക്കൽമേട് കൂട്ടാറ് ഇടവകയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഒപ്പം ഇവിടെ ഈ വളരെ അതിമനോഹരമായ കോളേജിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കൂടെ ഒന്ന് പറയൂ. മീഡിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ഫാദർ അഗസ്റ്റിൻ. എൻ്റെ വീട് എറണാകുളത്താണ്. മഞ്ഞുമൽ കർമ്മലീത്ത സഭയിലെ അംഗമാണ്. ഞാനിവിടെ മീഡിയ സ്റ്റഡീസിലാണ്. അച്ഛനോടൊപ്പം തന്നെ അച്ഛൻ എൻ്റെ സീനിയറായിട്ടും ഞാൻ ജൂനിയറായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. സിസ്റ്റേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിസ്റ്റർ അന്ന മരിയ. ഞാനിവിടെ സെക്കൻഡ് ഇയർ BSW പഠിക്കുന്നു. ഞാൻ ഫ്രാൻസിസ്കൻ ക്രൈസ്റ്റ് കോൺഗ്രിഗേഷനിലെ അംഗമാണ്. ഇവിടെ പോത്തുപാറ അമലാഭവനിൽ നിന്നാണ് ഇത് വരുന്നത്. ഞാൻ സിസ്റ്റർ ജെസ്സി കൊച്ചുപറമ്പിൽ. ഞാനിവിടെ MSW സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ കുട്ടിക്കാനം SH കോൺവെൻറ്റിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സിസ്റ്റർ നോയൽ മരിയ. ഞാൻ തിരുഹൃദയ സമൂഹത്തിലെ അംഗമാണ്. ഇവിടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് BSW പഠിക്കുന്നു. സെക്കൻഡ് ഇയറാണ്. ഞാൻ സിസ്റ്റർ മിനി അമലോത്ഭവം, മെഡിക്കൽ മിഷൻ സഭാംഗമാണ്. ഞാനിവിടെ MCOM PGD ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ആക്ച്വലി ഞാൻ നിങ്ങളെ ഇവിടെ ആദ്യം കണ്ടപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയിരിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഒരു പഠന മേഖലയിലോട്ട് ഇപ്പോൾ പട്ടം സ്വീകരിച്ചു കഴിയും. ഇപ്പോൾ അച്ഛന് ഇടവക പഠനം കൂടെയുണ്ട്. അപ്പോൾ അതിന് ശേഷം പോകുന്നത് നമ്മളങ്ങനെ കാണാറില്ല. അത് 4-6 സന്യസ്തര്. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു ഇടവക പഠനത്തിനിടയ്ക്കും ഈ ഒരു പട്ടം സ്വീകരിച്ചതിനൊക്കെ ഇടയ്ക്ക് ഈ ഒരു ഓളങ്ങൾക്കൊക്കെ ഇടയ്ക്ക് എങ്ങനെയാണ് ഈ സ്പിരിച്വൽ ലൈഫും ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഇത് വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ മീഡിയ പഠനത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും, അച്ഛന്മാരോ മീഡിയയ്ക്കോ എന്നിങ്ങനെ ചോദിക്കുന്നൊരു കാലഘട്ടമാണ്. പള്ളിയിലൊക്കെ അമ്മച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛൻ മീഡിയയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ്. നടക്കാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരു മേഖലയാണെന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ഈ ഒരു കോളേജ് ഇവിടെ തന്നെ ഈ മരിയൻ കോളേജിലെ ഈ പഠനം പ്രത്യേകിച്ച് നമ്മുടെ പൗരോഹിത്യ വൃത്തിയിൽ ഇത് വളരെ പ്രയോജനപ്രദവും ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസുമായിട്ടൊക്കെ എങ്ങനെയാണ് മിങ്കിൾ ചെയ്യുന്നത്? അവർ നിങ്ങളെ അച്ഛന്മാരായിട്ടാണ് കാണുന്നത്, അതോ സ്വന്തം സുഹൃത്തുക്കളെ പോലെയാണ് കാണുന്നത്? അവർ ചില സമയങ്ങളിൽ അച്ഛന്മാരായിട്ട് കാണും. ചിലപ്പോൾ ഭൂരിഭാഗം സമയങ്ങളിൽ അവർ ഒത്തിരി ഫ്രീഡത്തോടു കൂടി നമ്മളോട് സംസാരിക്കും. ആദ്യ ദിവസങ്ങളിൽ ഇത്തിരി അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് വളരെ നോർമലായിട്ടാണ് പോകുന്നത്. ഒരു കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയായിരിക്കും അത് തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് സന്യസ്തരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഉടുപ്പിട്ടുണ്ട്, സന്യസ്തരുടെ ഈ ഒരു ഉടുപ്പിട്ടുണ്ട്, ഈ ഒരു വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ആ ഒരു വാക്കിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നാറുണ്ട്? എൻ്റെ സന്യാസി ജീവിതം എന്ന് പറയുന്നത് എൻ്റെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അധികാരികളോ നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഈ വിളി സ്വീകരിച്ചത്. ഞാൻ സ്വമേധയാ എൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ഈ വിളി തിരഞ്ഞെടുത്തത്. ഇത് എൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്നൊരു വാക്കിന്, ഇങ്ങനെയൊരു ചോദ്യത്തിന് തന്നെ ഈ കാലഘട്ടത്തിൽ പ്രസക്തിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. വൗ, താങ്ക് യു സിസ്റ്റർ, താങ്ക് യു ഫാദർ. ഇന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന വലിയൊരു സംശയത്തിന്റെ ഉത്തരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏഞ്ചൽ, നമുക്ക് എന്തായാലും അടുത്ത പ്രോഗ്രാമിലോട്ട് പോയിട്ട് വീണ്ടും തുടരാം.
ഏഞ്ചൽ, ഇന്നത്തെ പ്രോഗ്രാം ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാറായി. ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു, ഒരുപാട് കാഴ്ചകൾ ഇനി കാണാനും കിടക്കുന്നു. പുതിയ കാഴ്ചകളുമായി തിരിച്ചു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.